ഇതൊരു നാട്ടുമാങ്ങയാണ്, നാടൻ വെറൈറ്റി. പ്രത്യേകിച്ച് പേരൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് അയച്ചു തന്നാണ് ഇതിൻ്റെ നമ്മുടെ റിവ്യൂ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് റിവ്യൂ ചെയ്യാണ്. ചില മാങ്ങകൾ കാലാപ്പാടിയുടെ ഒരു ഷേപ്പ് ഉണ്ട്, ഒരു ചെറിയൊരു കാലാപ്പാടി മാതിരി ഉണ്ട്, പക്ഷേ വേറെ ഒന്നുമില്ല. ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള ചില മാങ്ങാസ് നമുക്ക് അയച്ചു തന്നാൽ നമ്മുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് പറയും. നിങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന മാങ്ങകളായിരിക്കും. അപ്പോൾ നല്ല ഇതിൻ്റെ ചുണക്കുത്ത് നല്ലോണം ഉണ്ട്. ആളെ പേരോ കാര്യമൊന്നും പറയുന്നില്ല കേട്ടോ. ലെറ്റ്സ് സീ. മാങ്ങ താ നോക്കി, ഉള്ളിൽ നല്ല റെഡാണ്. നമ്മുടെ ഇതിൻ്റെയൊക്കെ മാതിരി ഉള്ളിലിതാ ഫൈബറൊക്കെ ഉണ്ട്. കുളമ്പൻ്റെ ഒക്കെ അല്ലേ? കുളമ്പല്ല, നമ്മുടെ കോമാങ്ങയുടെ ഒക്കെ. അതെ, ഉള്ളോട്ട് അലിഞ്ഞിട്ടാണ് ഇത് മെയിൻലി മുട്ടിക്കുടിക്കാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. മുട്ടിക്കുടിക്കുന്ന മാങ്ങയാണ്. അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇത് ഉടച്ച് കഴിക്കണമെന്ന്. നമുക്കിതിൻ്റെ നോക്കാം. നല്ല ചുണക്കുത്ത് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? ഇതിൻ്റെ TSS ഒന്ന് നോക്കിയാലോ. കഴുകി ഒരു ക്രീമി ആയിട്ടുള്ള മാംഗോ ആണല്ലേ? എന്തായാലും നോക്കാം ഏകദേശം എങ്ങനെയുണ്ട് ടേസ്റ്റ്. വലിയൊരു കുഴപ്പമില്ല. നോക്കാം. ക്രീമി മാംഗോ ആണ്. നല്ല സ്വീറ്റ് ഉണ്ടല്ലേ? നല്ല സ്വീറ്റാണ്. നമ്മൾ കഴിച്ചു നോക്കാം. ഒരു സൈഡ് ഞാൻ കഴിച്ചു നോക്കട്ടെ. നല്ല സ്വീറ്റാണ് മാംഗോ. അടിപൊളി മാങ്ങ അല്ലേ? നല്ല കൊള്ളാം, നല്ല രസമുണ്ട്. അടിപൊളി. നമുക്ക് മുട്ടി കുടിക്കാൻ എന്തുകൊണ്ടും ബെസ്റ്റ് മാങ്ങ. ഇതൊരു ടൈപ്പ് നാടൻ വെറൈറ്റിയാണ്. കാരണം ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നു, നമ്മളന്ന് തേൻമാങ്ങ എന്ന് പറഞ്ഞ് കഴിച്ചില്ലേ, അതിന് ഇതേ സിമിലർ ടേസ്റ്റാണ്. ശരിക്കും നിങ്ങൾക്ക് ഒരു ഈ ചന്ദ്രക്കാരൻ, ചക്കരക്കുട്ടി അങ്ങനത്തെയൊക്കെ മാങ്ങകൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വയ്ക്കാൻ പറ്റിയൊരു ബെസ്റ്റ് മാങ്ങയാണിത്. നല്ല TSS ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്, നാര് കുറവാണ്. അത്ര സ്മെല്ലില്ല. ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് നാടൻ മാങ്ങ വെച്ച് നോക്കുമ്പോൾ സ്മെല്ല് കുറവാണ്. കറയുടെ ആ ചൊനയുടെ കുത്തൽ കുറവാണ്. കട്ട് ചെയ്തപ്പോൾ എനിക്കൊരു കറ ഫീൽ ചെയ്തിരുന്നു. പിന്നെ ഇല്ല, ഉള്ളോട്ട് തീരെ കറയുടെ കുത്തൽ വരുന്നില്ല. പക്ഷെ എവിടെയൊക്കെ ഒന്ന് കിട്ടുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഉടഞ്ഞ മാങ്ങയാണ് അല്ലേ? യെസ്. അപ്പോൾ ഇത് ഇതിൻ്റെ ആളെ പേരോ കാര്യങ്ങളോ കൂടെ കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത് കൊടുക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ റിവ്യൂ ഇവിടെ ഇട്ടേക്കാം. എന്തായാലും ആർക്കെങ്കിലും ഉപകാരപ്പെട്ടേക്കാം എന്നെങ്കിലും. ഇനി പുള്ളി പിന്നീട് കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് കമൻറ്റിൽ കൊടുക്കാം അല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും ഒരു വെക്കാൻ പറ്റിയൊരു ഇനാണ്. നല്ല ക്രീമിയാണ് സാധനം. നല്ല ഇഷ്ടമായിട്ടോ, അടിപൊളി മാങ്ങ. ഇതൊരു നാടൻ വെറൈറ്റിയാണ് ഈ ടേസ്റ്റിൽ വരുന്നത്. നമ്മളെ കോമാങ്ങ കൊണ്ടൊക്കെ പറഞ്ഞ പോലെ എന്താ അതിൻ്റെ നമുക്ക് അത്രയൊരു ഇതല്ല, എന്താ പറയുക, ഹാർഡായിട്ടുള്ള ഒരു കുത്തലൊന്നും വരുന്നില്ല. ഇല്ല. ഭയങ്കര ക്രീമിയാണ്, അളിഞ്ഞ് പോലെ നിൽക്കുന്ന മാങ്ങയാണ്. ഫൈബറും കാര്യങ്ങളൊക്കെ ഉള്ള. ഇങ്ങനെ കഴിക്കേണ്ടതല്ല ഇത്. ശരിക്കും ഇങ്ങനെ നമുക്ക് മുട്ടി കുടിക്കാവുന്ന മാങ്ങയാണ്. ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടം, അതുകൊണ്ടാണ് ഇങ്ങനെ കഴിക്കുന്നത്. ക്രീമായിട്ട് വായിലേക്ക് അലിഞ്ഞ് വരുന്നുണ്ട്. നാര് വളരെ കുറവാണ്. വണ്ടിയോട് അടുത്ത് കുറച്ച് നാരേ ഉള്ളൂ. നമുക്കല്ലേ ഒരു വീട്ടിലൊരു മാവ് വയ്ക്കുമ്പം നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയൊരു, അതായത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്ലഷ് കൂടുതലുണ്ട്. അതെ, നമ്മൾ ചന്ദ്രക്കാരനെ കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലഷ് കൂടുതലാണ്. നാടൻ വെറൈറ്റികളിൽ റെക്കമെൻഡ് ചെയ്യാം. പുളിപ്പ് വല്ലാണ്ടില്ല, തീരെ പുളിപ്പില്ലെന്ന് പറയാം. ഈ അണ്ടിയോട് അടുത്ത് വരുമ്പോൾ കുറച്ച് ചെറുതായിട്ട് പുളിപ്പുണ്ട്. പക്ഷെ നാടൻ മാങ്ങയുടെ ഒക്കെ ചെറിയ അണ്ടിയാണ്, വളരെ ചെറിയ. നാടൻ മാങ്ങയെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ അണ്ടിയാണ്. ഒരു നല്ലൊരു ക്വാളിറ്റിയാണ്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം ഇതിൻ്റെ പേരോ ഡീറ്റെയിൽസോ പുറത്തുവിടരുതെന്ന് അയച്ചെന്ന ആൾ പറഞ്ഞുകൊണ്ട് നമ്മൾ വിടുന്നില്ല. പിന്നീട് പുള്ളി തയ്യാറാണെങ്കിൽ നമ്മൾ കമൻറ്റിലിടുന്നതാണ്. താങ്ക് യു.